കണ്ണൂർ മേയറായി പി ഇന്ദിരയെ കോൺഗ്രസ് തിരഞ്ഞെടുത്തു. വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകുമെന്ന് കണ്ണൂരിലെ നിയുക്ത മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര പറഞ്ഞു. പാർട്ടിയും ജനങ്ങളും നൽകിയ വലിയ അംഗീകാരമായി ഇതിനെ കാണുന്നുവെന്നും പി ഇന്ദിര മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. അഭിനന്ദനങ്ങൾ. താങ്ക് യു. വലിയ ഒരു രാഷ്ട്രീയ മത്സരം തന്നെയാണ് നടന്നത്. LDFിന്റെ ഭാഗത്ത് നിന്ന് വലിയ തോതിലുള്ള ഒരു അഴിമതി ആരോപണമൊക്കെ തന്നെ നേരിട്ടിരുന്നു. ആരാണ് അഴിമതി നടത്തുന്നത് എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന് നന്നായിട്ട് അറിയാം. കണ്ണൂർ കോർപ്പറേഷനെതിരെ ഒരു വലിയ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇവിടുത്തെ CPMന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാ വാർഡുകളിലും പ്രചരണം നടത്തുകയുണ്ടായി. അപ്പോൾ അവർക്കുള്ള വോട്ടിംഗ് എവിടെ പോയി? അവരുടെ വോട്ടിംഗ് ശതമാനം തന്നെ കുറഞ്ഞിരിക്കുകയാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് CPM BJP കൂട്ടുകെട്ട്, അങ്ങനെയാണ് BJPക്ക് സീറ്റ് അധികം ലഭിക്കുന്നത് തന്നെ. ലക്ഷ്യം ഒന്നേ ഉള്ളൂ, കണ്ണൂരിലെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വികസനം കൊണ്ടുവരിക. KSUക്കാരൻ തൊട്ട് തന്നെ വെല്ലുവിളികൾ ഏറ്റെടുത്താണ് ശീലം. വനിതാ കോളേജിന്റെ ചരിത്രം എന്ന് പറയുന്നത് SFIയുടെ കോട്ടയാണ്. അവിടെ ഞാൻ ചെയർപേഴ്സൺ ആയിക്കൊണ്ടാണ് അവിടെ യൂണിയൻ തിരിച്ചു പിടിച്ചത്. എന്തായാലും ആ ഒരു പാരമ്പര്യം, KSUയിലൂടെയുള്ള ആ ഒരു പ്രവർത്തന പരിചയം എനിക്ക് എപ്പോഴും ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. വിഷൻ 2030 എന്നുള്ള രീതിയിൽ വികസനത്തിന്റെ ഒരു ചെറിയ ടീസർ ജനങ്ങൾക്ക് മുൻപിലേക്ക് വെച്ചിരുന്നു. ഇനി അതെങ്ങനെയാണ് പ്രാവർത്തികമാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്? നമുക്കിപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട MP ഉണ്ട് ഇവിടെ. അദ്ദേഹത്തിന്റെ പദ്ധതികളും കണ്ണൂർ കോർപ്പറേഷന്റെ പദ്ധതികളും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കണ്ണൂരിലെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നല്ല വികസന പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പയ്യാമ്പല ശ്മശാനമാണ്. ആ ശ്മശാനത്തിന്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി MP തന്നെ നല്ല പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. CSZന്റെ അനുമതി ലഭിച്ചു. ഇനി എത്രയും പെട്ടെന്ന് അവിടുത്തെ ജനങ്ങളുടെ ആ ഒരു പുക ശല്യം അത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നല്ല ഒരു ആധുനിക രീതിയിലുള്ള പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ശ്മശാനം തന്നെ അവിടെ പണിയാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. കണ്ണൂർ കോർപ്പറേഷന്റെ ചരിത്രം എന്നത് പി ഇന്ദിരയുടെ രാഷ്ട്രീയ പൊതുപ്രവർത്തന രംഗത്തിന്റെ ആ ഒരു ചരിത്രം കൂടിയാണ്. ആ അനുഭവ സമ്പത്ത് ഇനി വരുന്ന ഭരണസാരഥ്യത്തിന് പ്രധാനമായുള്ള പങ്ക് വഹിക്കട്ടെ എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കാനുള്ളത്. വിനോദ് മൊറാഴയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.